എൻ്റെ പേര് രാഹുൽ. ഇടുക്കിക്കാരനാണേ. വയസ്സ് 22 കഴിഞ്ഞെങ്കിലും ജോലിയും കൂലിയും ഒന്നുമില്ലാതെ ചുമ്മാ തെക്ക് വടക്ക് നടപ്പാണ്. അച്ഛനാണേ ബിസിനസ്സാണ്. വീട്ടിൽ പൂത്ത പണം ഉള്ളതുകൊണ്ട് അത് തിന്നുമുടിക്കൽ തന്നെയായിരുന്നു എൻ്റെ പ്രധാന ഹോബി. ഇടയ്ക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ വേണ്ടി മാത്രം തോട്ടത്തിലെ കാര്യങ്ങൾ നോക്കാൻ ചെല്ലും. അവിടുത്തെ പണിക്കാരികളെ വായി നോക്കി നിൽക്കും. അതായിരുന്നു എൻ്റെ പ്രധാന പരിപാടി. അങ്ങനെ നല്ല രീതിയിൽ നടന്ന കാലം. എന്നാൽ അതധികം നീണ്ടുപോയില്ല. അതിനുള്ള പ്രധാന കാരണം എൻ്റെ അമ്മാവൻ തന്നെ. എൻ്റെ ഈ ദുർനടപ്പ് ഒട്ടും പിടിക്കാത്ത ഒരാൾ അമ്മാവൻ മാത്രമായിരുന്നു. എന്നും വീട്ടിൽ വന്ന് ഭാവിയെപ്പറ്റി പറഞ്ഞ് എന്നെ കൊല്ലാകൊല ചെയ്യുന്നതാണ് പുള്ളിയുടെ പ്രധാന പണി. ഒരു നാൾ തോട്ടത്തിലെ പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് കയറിയപ്പോൾ ദേ നിൽക്കുന്നു അമ്മാവൻ. അച്ഛനുമായി എന്തോ സംസാരിക്കുകയാണ്. ഞാൻ ആരും അറിയാതെ റൂമിലേക്ക് തിരിഞ്ഞു നടന്നപ്പോഴേക്കും പുറകീന്ന് അച്ഛൻ്റെ വിളിയെത്തി. എടാ, നീ ഒന്ന് നിന്നേ. എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയില്ലേ? അടുത്തത് എന്താ പരിപാടി? ഞാനിത് ചോദിക്കുമ്പോൾ എല്ലാം നീ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. ഇനി അത് വേണ്ട. എന്താണെന്ന് വെച്ചാ ഇപ്പൊ പറഞ്ഞോണം. ഇനി അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോവേണ്ട. അച്ഛൻ പിടിച്ച പിടിയാൽ പറഞ്ഞു നിർത്തി. ഇതിന് ചുക്കാൻ പിടിച്ചത് അമ്മാവനാണെന്ന് അപ്പൊ തന്നെ എനിക്ക് കത്തി. അച്ഛാ, ഞാനിപ്പോ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തേലും ജോലി സാധ്യതയുള്ള കോഴ്സ് എടുക്കണം. അച്ഛൻ: ആ, അങ്ങനെയാണ് അമ്മാവൻ ഒരു കോഴ്സിന്റെ കാര്യം പറയണ്ടായി. ഇവിടെ കൊച്ചിയിലും ബാംഗ്ലൂരും ആണുള്ളത്. എവിടെയാണെന്ന് വെച്ചാൽ നീ തന്നെ തീരുമാനിക്ക്. ഇനിയും ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവേണ്ട. കൊച്ചിയിലും ഉണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ആകെ ഇൻട്രസ്റ്റ് ആയി. എൻ്റെ കുറേ ഫ്രണ്ട്സും അവിടെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഓക്കെ പറഞ്ഞു. ഞാൻ: ആ അച്ഛാ, എന്നാ ഞാൻ കൊച്ചിയിൽ ചേർന്നോളാം. അങ്ങനെ ആവുമ്പോൾ എനിക്കും ഒരു മാറ്റം ആവും അത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ലായിരുന്നു കാര്യങ്ങൾ. അവിടെയും അമ്മാവൻ കയറി ഇടങ്കോലിട്ടു. അമ്മാവൻ: വേണ്ട വേണ്ട, കൊച്ചിയിലേക്കൊന്നും വിടേണ്ട. അവിടത്തേക്കാൾ നല്ല കോച്ചിങ് ഉള്ളത് ബാംഗ്ലൂരാണ്. എൻ്റെ മോള് സ്മിത അവിടെ ഇല്ലേ? അവിടെയാണ് ജോലി ചെയ്യുന്നത്. അവിടെ ആവുമ്പോൾ ഇവൻ അവളുടെ കൂടെ നിൽക്കുകയും ചെയ്യാം. ഇവന്റെ മേലെ അവളുടെ ഒരു കണ്ണും കാണും. ഞാൻ നോക്കിയിട്ട് അത് തന്നെയാ നല്ലത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അച്ഛനും കയറി ഓക്കെ പറഞ്ഞു. ഞാൻ ആകെ പെട്ട അവസ്ഥയിലായി. സ്മിത ചേച്ചിയെ പണ്ട് മുതലേ എനിക്കറിയാം. ആളൊരു അസ്സല് പഠിപ്പിയാണ്. ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ബാംഗ്ലൂർ ജോലിക്ക് പോയതാണ്. അതെ, പിന്നെ ആളുടെ യാതൊരു വിവരവും ഇല്ല. ചേച്ചിയുടെ ഒപ്പമൊക്കെയാണ് എൻ്റെ കാര്യം തീർന്നു തന്നെ. പുള്ളിക്കാരിയാണെ ഒരു തനി നാട്ടിൻപുറത്തുകാരിയാണ്. എൻ്റെ ഒരു അടിച്ചുപൊളിയും ആളുടെ കൂടെയാണെ നോക്കേ വേണ്ട. എല്ലാം കൂടി ഓർത്തപ്പോൾ എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെയായി. അമ്മ വഴി അച്ഛനെ പറഞ്ഞ് മാറ്റിക്കാൻ നോക്കിയതൊന്നും ഒരു രക്ഷയും കണ്ടില്ല. ബാംഗ്ലൂർ തന്നെ പോയി പഠിക്കണമെന്ന വാശിയിൽ അച്ഛൻ ഉറച്ചു നിന്നു. അതിന് കൂട്ടുപിടിക്കാൻ അമ്മാവനും. അധികം വൈകാതെ തന്നെ എനിക്ക് ബാംഗ്ലൂർ അഡ്മിഷൻ റെഡിയായി കിട്ടി. അവിടുത്തെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ സ്മിത ചേച്ചി മുൻകൈയെടുത്ത് ഭംഗിയാക്കി. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാക്കി. സ്മിത ചേച്ചി എനിക്കുള്ള ട്രെയിൻ ടിക്കറ്റ് വരെ അമ്മാവൻ അയച്ചു കൊടുത്തു. എൻ്റെ നാട്ടിലെ അടിച്ചുപൊളിയും എല്ലാ പരിപാടികളും കളിയും എല്ലാം ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അടുത്ത ദിവസം തന്നെ ബാംഗ്ലൂരിലേക്ക് പോകണം. അതൊക്കെ എന്നെ ആകെ വിഷമത്തിലാക്കി. ഇവിടുത്തെ കൂട്ടുകാരെയും നാടും എല്ലാം മിസ് ചെയ്യുമെങ്കിലും എന്നെ കൂടുതൽ വിഷമിപ്പിച്ചത് തോട്ടത്തിലെ പണിക്കാരികളും അവരുടെ പണികളും ഒക്കെ ആയിരുന്നു. ഞാനാണെ അതെല്ലാം ഒന്ന് ആസ്വദിച്ചു വരുമായിരുന്നു. ഇനി ആകെ 2 ദിവസം കൂടിയേ നാട്ടിലുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ശരിക്കും ആഘോഷമാക്കാൻ ഞാൻ തീരുമാനിച്ചു. സമയം ഉച്ച കഴിഞ്ഞിരുന്നു. ഞാൻ ഉടനെ ഫോൺ എടുത്ത് സഞ്ജുവിനെ വിളിച്ചു. അവൻ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. ചെറുപ്പം മുതലേ ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും. അവനെ വിളിച്ച് 2 കുപ്പിയും വാങ്ങി വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. വീട്ടിലാണ് ഇന്ന് അമ്മയും അച്ഛനും ഇല്ല. 2 പേരും കൂടി അച്ഛൻ്റെ ഏതോ ഫ്രണ്ടിന്റെ മോളുടെ കല്യാണത്തിന് പോയേക്കുവാ. പിന്നെ ആകെയുള്ളത് വീട്ടിലെ പണിക്ക് വരുന്ന വേലക്കാരി മായ ചേച്ചിയാണ്. അമ്മയുടെ അടുത്ത കൂട്ടായ കാരണം പുള്ളിക്കാരി അറിയാതെ വേണം കുപ്പി കയറ്റാനെന്ന് ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞിരുന്നു. കാരണം പുള്ളിക്കാരി വല്ലതും കണ്ടാ അതുപോലെ തന്നെ അക്കാര്യം അമ്മയോട് പോയി പറഞ്ഞു കൊടുക്കും. വീട്ടിലെത്തുമ്പോൾ സഞ്ജുവിനോട് വിളിക്കാൻ പറഞ്ഞ് ഞാൻ റൂമിലോട്ട് പോയി. റൂമിന്റെ ഡോറും അടച്ച് പതിയെ ലാപ്പും എടുത്ത് ഞാൻ കട്ടിലിലേക്ക് കയറി. എൻ്റെ പ്രിയപ്പെട്ട ഒരു ഇംഗ്ലീഷ് പാട്ട് വെച്ചിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും താഴേന്ന് സഞ്ജുവിന്റെ വിളിയെത്തി. അവനോട് മുറിയിലോട്ട് പോര് എന്ന് പറഞ്ഞ് ഞാൻ പതിയെ ലാപ്പ് ഓഫാക്കി അവിടെ നിന്നിറങ്ങി. എന്നിട്ട് വെള്ളമടിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കി. അപ്പോഴേക്കും സഞ്ജു റൂമിലോട്ടെത്തി. സഞ്ജു: എടാ തിണ്ടി, നിനക്ക് ബാംഗ്ലൂർ അഡ്മിഷൻ ആയെന്നൊക്കെ നിന്റെ അമ്മാവൻ പറഞ്ഞു കേട്ടല്ലോ. എന്താടാ നമ്മളോട് പോലും പറയാതെ ഒരു ഒളിച്ചോട്ടം? നീ ഒന്ന് പോയേ. അതാ അമ്മാവൻ തിണ്ടി പറ്റിച്ച പണിയാ. ഞാൻ ആകെ പെട്ടുപോയി അളിയാ. സഞ്ജു: ആ, എനിക്ക് തോന്നി. അല്ലേലും നീ ഈ തോട്ടം പരിപാടി വിട്ട് എങ്ങോട്ടും പോവില്ലെന്ന് എനിക്ക് അറിയാവുന്നതല്ലേ മോനെ. ഞാൻ: ആകെ പെട്ട അവസ്ഥയാണ് മോനെ. അതൊക്കെ വിട്. നീ കുപ്പി മേടിച്ചില്ലേ? ആ, കുപ്പി വണ്ടിയിലുണ്ട്. ഞാൻ വന്നപ്പോ ആ മായ അവിടെ ഉണ്ടായിരുന്നു. അവൾ എന്നെ നോക്കി തന്നെ നിൽക്കായിരുന്നു. പണ്ടേ എന്നെ പിടിക്കില്ലല്ലോ. ആ, അവൾ അമ്മയുടെ വലിയ കൂട്ടാ. അതുകൊണ്ട് ഞാൻ അവളെ അങ്ങനെ മുട്ടാറില്ല. സഞ്ജു: നീ മുട്ടണ്ടടാ, ഞാൻ നോക്കിക്കോളാം. ഞാൻ:
ഉവ്വ തല്ല് കിട്ടാണ്ട് നോക്കിക്കോ. ഇതും പറഞ്ഞ് ഞാനൊന്ന് ചിരിച്ചു. ഞാൻ എടാ ഇനിയിപ്പോ എവിടെ ഇരുന്ന് അടിക്കും? പുള്ളിക്കാരി മാറാണ്ട് വീട്ടിലിരുന്ന് പറ്റില്ലാട്ടോ. സഞ്ജു എന്നാ നമുക്ക് തോട്ടത്തിലോട്ട് വിട്ടാലോ? അവിടുത്തെ ആ വീട്ടിലിരുന്ന് അടിക്കാം. അതാവുമ്പോ നല്ല സൗകര്യമാണ്. പിന്നെ ടച്ചിങ്സ് ഒക്കെ ചോദിച്ചാ പണിക്കാരികളും കൊണ്ടുവന്ന് വരും. സഞ്ജുവിന്റെ ആ ഐഡിയ എനിക്കും ഇഷ്ടമായി. അതാവുമ്പോ ആരുടെയും ശല്യം കാണില്ല. സമാധാനമായിരുന്ന് അടിക്കുകയും ചെയ്യാം. അവൻ പറഞ്ഞ പോലെ അവളുമാരാരേലും ഉണ്ടേ ഖേമമായി. ഞാൻ ഹാടാ വെള്ളമടി ഓക്കെ. അപ്പൊ നമുക്ക് വിട്ടാലോ? ഞാനും ഓക്കെ പറഞ്ഞ് പതിയെ ഡ്രസ്സും മാറി വണ്ടിയും എടുത്തു ഞങ്ങൾ തോട്ടത്തിലേക്ക് വിട്ടു. അവിടെ എത്തി ഓഫീസിൽ വണ്ടിയും വെച്ച് തോട്ടത്തിലേക്ക് നടന്നു. ഓഫീസിൽ നിന്ന് കുറച്ച് മാറിയാണ് തോട്ടം. കിളക്കലും പണിയുമൊക്കെയായി കുറേ എണ്ണം അവിടെ പണിയുന്നുണ്ട്. ഞങ്ങൾ പതിയെ ഞങ്ങളുടെ താല്പര്യകക്ഷികളുടെ അന്വേഷിച്ച് തോട്ടത്തിലൂടെ നടന്നു. അപ്പോ ഇതാ സരസ്വതി ചേച്ചിയും മാലിനി ചേച്ചിയും തോട്ടത്തിലിരുന്ന് പുല്ല് പറിക്കുന്നു. രണ്ടും നമ്മുടെ ആളുകളാണ്. വീട്ടിലെ വേലക്കാരി മായയുടെ അനിയത്തിയാണ് ഈ മാലിനി. രണ്ടും നല്ല പണിയിലാണ്. ഞങ്ങൾ അങ്ങോട്ട് നടന്നു. നടന്ന് അവരുടെ അടുത്തെത്തി. സരസ്വതി എന്താടാ രണ്ടിനും പരിപാടി കണ്ടിട്ട് അത്ര നല്ല ലക്ഷണമല്ലല്ലോ. ഞാൻ ചുമ്മാ ചെറുതൊന്ന് അടിക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പോഴാ നിങ്ങളെ കണ്ടത്. രണ്ടും ഓഫീസിലോട്ടൊന്ന് വരണേ. ഒന്ന് കൂടിയിട്ട് പോവാൻ ചേച്ചിമാരെ നമുക്ക്. സരസ്വതി ചേച്ചിയെ കണ്ണോടിച്ചോണ്ട് ഞാൻ പറഞ്ഞു. മാലിനി ഉദ്ദേശമൊക്കെ മനസ്സിലായി. വൈകിട്ട് മതി ചെക്ക. ഇപ്പോ ഒക്കെ ചെയ്ത ആരേലും കാണൂട്ടോ. ഞാൻ അയ്യോടാ അതിന് തോട്ടത്തിലിരുന്നല്ലല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നേ. ഓഫീസിലോട്ട് വന്നാ മതി രണ്ടുപേരും. മാലിനി എന്നാ ശരി ഇവിടുത്തെ പണി തീരുമ്പോ എത്തിയേക്കാം. ചേട്ടന്മാരിപ്പോ ചെല്ല്. ഇതും പറഞ്ഞ് അവളുമാര് പണിയിലോട്ട് തിരിഞ്ഞു. ഞങ്ങളാണേൽ ഓഫീസിലോട്ടും അവിടെ ചെന്ന് വണ്ടീന്ന് കുപ്പിയും എടുത്ത് ഓഫീസിലേക്ക് കയറി. സഞ്ജു അപ്പോഴേക്കും ഓരോന്ന് പൊട്ടിച്ച് കഴിച്ചു. പതിയെ ഞാനും അവനും അതും ഇതൊക്കെ പറഞ്ഞ് കഴിക്കല് തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഓഫീസിലോട്ട് മാലിനി എത്തി. മാലിനി ആഹാ മക്കള് രണ്ടും പൂസായോ. ഞാൻ നീ ഒറ്റയ്ക്കാണോ? അവളെവിടെ പോയി? മാലിനി ചേച്ചി ഇപ്പൊ വരുമെടാ. ചേച്ചിയുടെ കെട്ടിയോൻ വന്നിട്ടുണ്ട്. വെള്ളം അടിക്കാൻ കാശും ചോദിച്ചുകൊണ്ടുള്ള വരവാണ്. അതുകൊണ്ട് പുള്ളിക്കാരി അവിടെ പെട്ടുപോയി. കെട്ടിയോൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങ് പറഞ്ഞു വിട്ടു. ഓ അത് ശരി. അപ്പൊ തന്നെ സഞ്ജു അവളെയും എടുത്ത് ഓഫീസിലെ ഉള്ളിലെ മുറിയിലേക്ക് പോയി. ഞാനാണെ ഒരെണ്ണം കൂടി അടിച്ച് ഓഫീസിലെ അച്ഛന്റെ മേശയുടെ അടുത്തേക്ക് നടന്നു. പതിയെ ഫാൻ ഓണാക്കി. പതിയെ ഒന്ന് മയങ്ങി. ബാംഗ്ലൂർ പോകുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാവണം മൂഡൊന്നും എനിക്ക് വരുന്നില്ലായിരുന്നു. അങ്ങനെ പതിയെ ഉറക്കത്തിലേക്ക് വീണപ്പോഴേക്കും ഒരു വിളിയെത്തി. സരസ്വതി അത് ശരി ഞങ്ങളെ വിളിച്ചിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ സാറ്? ഓഫീസിലോട്ട് സരസ്വതി ചേച്ചി കയറി വന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി, അതായത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക.